നമസ്കാരം. ഈ വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ അതാണ് വിഷയധ്യാനം. അപ്പൊ ചിന്തിച്ച വിഷയവുമായിട്ട് സംബന്ധം ഉണ്ടാകും. ചിന്തിച്ച വിഷയമായിട്ട് ഇപ്പം രണ്ട് വിചാരങ്ങളുണ്ട്: ജ്ഞാനവിചാരം, വിഷയവിചാരം. അങ്ങനെ രണ്ട് വിചാരങ്ങളാണുള്ളത്. അപ്പം ഈ ജ്ഞാനവിചാരം ഇല്ലെങ്കിൽ മനസ്സ് വിഷയവിചാരവുമായി സംബന്ധം ഉണ്ടാക്കും, അല്ലേ? ഒരു ചിന്ത വരും. ആ ചിന്ത കാണിച്ചു തന്ന വിഷയം, അതിലുള്ള ആ വിഷയത്തിലുള്ള താല്പര്യം, ഇതെല്ലാം അതേ ചിന്ത വീണ്ടും വരുത്തും. അപ്പൊ ധ്യായതഃ. ഈ വിഷയധ്യാനമാണ് എപ്പോഴും നടക്കണത്. അപ്പൊ ചിന്തിച്ച് ആ ചിന്തയുമായി ചേരുന്നതാണ് സംഘം. സംഘം തന്നെയാണ് സംബന്ധം. ഇപ്പൊ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 62, 63 ശ്ലോകത്തിൽ പറയാണ്. 2-ാമത്തെ അധ്യായം: ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായത്തെ സംഗാത് സംജായത്തെ കാമഃ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അങ്ങനെ പടിപടിയായിട്ടുള്ള എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിൽ ജനിച്ച വിഷയത്തോട്, അതായത് മനസ്സിൽ ഉണ്ടായ വിഷയത്തോട് മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തി മനസ്സിൻ്റെ തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള താല്പര്യം പ്രകടമാക്കും. അപ്പൊ മനസ്സിൽ ജനിച്ച വിഷയത്തെ പുറത്തുള്ളതായിട്ട് കാണും. അപ്പൊ അങ്ങനെ പുറമേയുള്ള വിഷയത്തിലാണ് ആകർഷകത്വം, ആകർഷണം ഉണ്ടാവുന്നത്, അല്ലേ? അതാണ് ഉള്ളത്. അപ്പൊ അവനവന്റെ തന്നെ മനസ്സിൽ ജനിപ്പിച്ച വിഷയമാണ് പുറമേയുള്ള വിഷയത്തിലേക്ക് ആ വ്യക്തിയെ ആകർഷിച്ച് പുറമേ എത്തിച്ചത്. അപ്പൊ ഇതെല്ലാം സംഭവിക്കണത് തൻ്റെ തന്നെ മനസ്സിലാണെന്ന് ആ വ്യക്തി അറിയുന്നതേയില്ല. അപ്പൊ മനസ്സിലുള്ള വിഷയം പുറത്തുള്ള വിഷയത്തിന് സമാനമായ രീതിയിൽ ആവിർഭവിക്കും. അപ്പൊ മനസ്സിൽ ജനിച്ച വിഷയത്തിനോട് പ്രകടമായ താല്പര്യം കാമമായി മാറും. അപ്പൊ കാമ്യ വിഷയവും കാമന ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള അകലം മാറണം. കാമന വ്യക്തിയിൽ ഉള്ളതാണ്. അപ്പൊ കിട്ടേണ്ടത് കിട്ടിയാൽ കാമന ഒടുങ്ങും, അടങ്ങും. കിട്ടിയില്ലെങ്കിലോ
കിട്ടിയില്ലെങ്കിൽ ദുഃഖം, കിട്ടിയില്ലെങ്കിൽ ദുഃഖം. അപ്പൊ കാമഭംഗം ക്രോധമായി മാറും. ക്രോധം കാരണം, ക്രോധം നിമിത്തം വിവേകമില്ലായ്മ അങ്ങനെയുള്ള ആ ഒരു വിവേകമില്ലായ്മ എന്ന് പറയുന്നത് ആ സമ്മോഹം സംഭവിക്കും. അപ്പൊ നശീകരണ പ്രവൃത്തിയിലേക്ക് കടക്കുന്നു. താൻ ആത്മസ്വരൂപമാണ്, ആത്മസ്വരൂപം തന്നെ ആണ് എന്നുള്ള ആ നില, തൻ്റെ നില മറന്നു പോകലാണ് സ്മൃതി ഭ്രംശം. അങ്ങനെ വരുമ്പോൾ ഈ ആധ്യാത്മികവും ലൗകികവുമായ ലക്ഷ്യബോധമില്ലാതെ അങ്ങനെ ആയിട്ട് ബുദ്ധി നശിക്കണം. വിവേകമില്ലായ്മയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ നശിക്കണം. ബുദ്ധിനാശം പതനത്തിന് കാരണമായി തീരണം. ബുദ്ധിനാശാ പ്രണശ്യതി. അപ്പം അങ്ങനെ ആയിത്തീരണം. അപ്പം ഇങ്ങനെയാണ് ചില മനുഷ്യരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആത്മവിചാരത്തിൽ നിന്നും, രണ്ട് വിചാരമുണ്ടെന്ന് പറഞ്ഞല്ലോ, ആത്മവിചാരത്തിൽ നിന്ന് വിട്ട് വിഷയവിചാരത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകൂല. അങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന സന്ദർഭത്തിൽ ഭഗവാന്റെ വാണി ഭഗവാന്റെ ആ വാക്ക് കേട്ട വിഷയം ഉറച്ചവരാണെങ്കിൽ, ദൃഢപ്പെടുത്തിയവരാണെങ്കിൽ, പറയുന്നത് ഭഗവാനാണല്ലോ. അപ്പം ഭഗവാന്റെ വിഷയം കേട്ടിട്ട് അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിലും, അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ ഭഗവാനാണ് പറയുന്നത് എന്ന് അറിയുന്നവർ ആ വിഷയത്തിനെ ഉറപ്പിക്കും. അങ്ങനെ ഉറപ്പിക്കുമ്പോൾ, അങ്ങനെ ഉറച്ചവരാണെങ്കിൽ, കേട്ട വിഷയം ഉറച്ചവരാണെങ്കിൽ ബുദ്ധിനാശം സംഭവിക്കുകയില്ല. അങ്ങനെ ബുദ്ധിനാശം സംഭവിക്കാതെ ഭഗവൽ കൃപ കൊണ്ട് ആത്മവിചാരത്തിൽ തന്നെ അങ്ങനെ മാറിപ്പോയാൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ, ആത്മവിചാരത്തിൽ തന്നെ നിർത്താൻ ആത്മബലം അല്ല, ശ്രവണബലം, കേട്ട ബലം, ശ്രവണബലം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കേൾക്കണം. പറയുന്നത് ഭഗവാനാണ് എന്ന് അറിയണം. അങ്ങനെ അറിയാനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.